കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച വി ശിവദാസൻ എം പി പറഞ്ഞത് കോച്ചിംഗ് സെന്റർ കൊള്ളസംഘത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. എം പിയുടെ വാക്കുകളിലേക്ക്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കർക്കശം നിറഞ്ഞ നടപടി ഈ കൊള്ളസംഘത്തിനെതിരെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. ഒരു കെട്ടിടത്തിൻ്റെ ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലത്ത് ആ കെട്ടിടത്തിന് വേറെ വാതിലുകളൊന്നുമില്ല. അവിടെ വെള്ളം കയറുന്നു. ആ വെള്ളം കയറി കുട്ടികൾ അതിന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുള്ളത് എത്രമേൽ അപകടകരമാണെന്നുള്ളതാണ്. അവിടെ ഇരിക്കാൻ പറ്റുന്നതിൻ്റെ എത്രയോ മടങ്ങ് കുട്ടികളെയാണ് അവിടെ ഇരുത്തുന്നത്. അവരിൽ നിന്ന് ഉയർന്ന ഫീസ് വാങ്ങുകയാണ്. അത് വലിയ വൻകിട പത്രങ്ങൾക്കൊക്കെ വലിയ പരസ്യമൊക്കെ കൊടുക്കുന്ന ഏജൻസിയാണല്ലോ. എല്ലാവർക്കും അറിയാലോ ഏത് സ്ഥാപനത്തിലാണ് അപകടം ഉണ്ടായിട്ടുള്ളതെന്ന്. ഒരു കാരണവശാലും ക്ലാസ് മുറിയായോ ലൈബ്രറിയായോ ഒന്നും ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ക്ലാസ് നടത്തുക, അതിഭീകരമായിട്ടുള്ളൊരു ദുരന്തത്തിലേക്ക് കുട്ടികളെ വലിച്ചെറിയുക.